സെമി ടസറിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും മുത്തരൻസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് സെമി ടസറിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. നമ്മൾ ഇതിനു മുമ്പ് സെമി ടസറിന്റെ തന്നെ അൺസ്റ്റിച്ചഡ് സൽവാർ സൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സെമി ടസർ അഥവാ ബഗൽപൂരി ടസർ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അത് വാഷ് ചെയ്യുമ്പോൾ ചെറിയ കംപ്ലൈന്റ് വരുന്നൊക്കെ, കംപ്ലൈന്റ് അല്ല, ചുരുങ്ങി പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത് കണ്ടായിരുന്നു. ഇത് വന്നിരിക്കുന്നത് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള സെമി ടസർ ആണ് കേട്ടോ. ബഗൽപൂരി ടസർ അല്ല, ഇത് സെമി ടസർ ആണ്. വാഷ് ചെയ്യാവുന്ന പോലത്തെയാണ്. ഞാനിത് നമ്മൾ ഓൺലൈൻ തുടങ്ങിയ സമയത്ത് ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് സ്റ്റിച്ച് ചെയ്തതൊക്കെ ഞാൻ തന്നെ വാഷ് ചെയ്തിട്ടൊന്നും അതിന് കംപ്ലൈന്റ് വന്നിട്ടില്ല. അപ്പൊ അതേ ഫാബ്രിക് തന്നെയാണ്. 299 രൂപയാണ് പെർ മീറ്റർ ഇതിന്റെ പ്രൈസ് വരുന്നത്. 44 ഇഞ്ച് തന്നെയാണ് വിഡ്ത്ത് വന്നിരിക്കുന്നത്. ലൈനിങ് വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ആ തരത്തിലുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. കുറച്ച് ഒരു പ്രീമിയം റേഞ്ചിനാണ് ഇത് വരുന്നത്. നമ്മുടെ പ്യുവർ ടസറൊക്കെ വെച്ച് നോക്കുമ്പോൾ അതുപോലെ നമുക്ക് തോന്നുന്ന പോലത്തെ ഒരു ഫാബ്രിക് ആണെങ്കിലും പ്യുവർ ടസറിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രൈസ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ടൊന്ന് കണ്ടു നോക്കാം. ഇത് നമ്മൾ ഇന്നെല്ലാം കാണുന്നത് ഒരു പേസ്റ്റലിന്റെ തന്നെ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള ടോൺസ് ആണ്. ഇത് വന്നിട്ടുള്ള ഒരു സിബോറി സ്റ്റൈൽ പ്രിന്റ് പോലെയാണ് കേട്ടോ ഇതിനകത്തുള്ള പ്രിന്റ്. ഇതെല്ലാം ഡിജിറ്റൽ പ്രിന്റിലുള്ള സൂറത്തിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഈ ബഗൽപൂരി ടസർ എന്ന് പറയുന്നത് കൽക്കത്തയിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. അത് ശരിക്കും നമുക്ക് പ്യുവർ ടസർ ആണോ എന്ന് ശരിക്കും തോന്നുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയായിരുന്നു. അതല്ല, ഇത് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. ലൈനിങ് വെച്ച് വേണം ചെയ്യാനായിട്ട്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സും ഈ ഫാബ്രിക് വെച്ച് ചെയ്തതാണ്. ഇത് വാഷ് ചെയ്താലൊന്നും ഒരു കംപ്ലൈന്റ് വരുന്നതല്ല. പിന്നെ നമ്മുടെ സേഫ് സൈഡിൽ നമ്മൾ കളർ ഗാർഡ് ഫസ്റ്റ് വാഷിന് മുമ്പ് ഒന്ന് യൂസ് ചെയ്താൽ നന്നായിരിക്കും. ഫസ്റ്റ് വൺ കാണുന്നത് ഒരു എല്ലാം തന്നെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോയും അതുപോലെ പീച്ച് ഓറഞ്ചും റെഡും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ട്രൈപ്പ് പോലെ, ഇങ്ങനെ സിബോറി സ്റ്റൈല് ഡയറക്റ്റ് കണ്ടിന്യൂ ചെയ്യുന്ന പോലത്തെ ലൈൻ അല്ല, സിബോറി സ്റ്റൈലിലാണ് ഇതിന്റെ ലൈൻസ് വരുന്നത്. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് സ്ട്രൈറ്റ് പോകുന്ന പോലത്തെ ഒരു ലൈനാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, 299 രൂപയാണ്. വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ്. നെക്സ്റ്റ് വൺ കാണുന്നത് ഗ്രീനിന്റെ ഒരു ടോണിലാണ്. ഇത് വരുന്നത് ആ ഒരു സിബോറി സ്റ്റൈലിലുള്ള ഒരു പ്രിന്റ് തന്നെയാണ്. ഇതെല്ലാം ഡിജിറ്റൽ പ്രിന്റ് ആണ്. നമുക്ക് സൂറത്തിൽ നിന്നുള്ള പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ എല്ലാം തന്നെ ഡിജിറ്റൽ പ്രിന്റിലാണ് അത് വരുന്നത്. ഇത് വരുന്നത് സ്ട്രൈപ്പ് പാറ്റേണിലാണെങ്കിലും ഇങ്ങനെ ചരിഞ്ഞു പോകുന്ന പോലത്തെ ഒരു ലൈൻസ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ആ ഒരു ഗ്രീനിന്റെ തന്നെ 2-3 ടോൺസ് ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. സിബോറി സ്റ്റൈലിൽ തന്നെ ഇങ്ങനെ ഉള്ള ഒരു പ്രിന്റ് ആണ്. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു പർപ്പിളിന്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിനകത്ത് തന്നെ ഒരുപാട് അങ്ങനെ പ്രിന്റ് നമ്മൾ ആദ്യം കണ്ട പോലത്തെ ആ ഒരു സ്ട്രൈപ്പോ അങ്ങനെയൊന്നും പോകുന്നില്ല. ഇത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. ഒരു ഈ മുന്തിരിങ്ങ കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറിന് മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു കളറാണ്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. ഇതിനകത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു വീവിങ്സ് പോകുന്നുണ്ട്. അതായത് നമ്മൾ എന്താ പറയാ, കാന്ത പോലെ ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് പോലെയല്ല, എങ്കിലും അതിനൊരു വീവിങ് പാറ്റേൺ ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് ക്ലോസ് വ്യൂല് കാണിക്കുമ്പോൾ അത് കാണാൻ കഴിയും. 299 രൂപയാണ് ഇതിന്റെയും പ്രൈസ് വന്നിട്ടുള്ളത്. ഇതൊരു പേസ്റ്റൽ ഷെയ്ഡാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് ഈ കളർ വരുന്നത്. നെക്സ്റ്റ് വൺ കാണുന്നതും ഒരു ഗ്രീനിന്റെ ഒരു ടോണാണ്. നമുക്കത് ഞാൻ പറഞ്ഞില്ല, ഇത് പേസ്റ്റൽ ടോൺ ആയതുകൊണ്ട് കറക്റ്റ് ഒരു കളർ പറയാൻ പറ്റില്ല. എങ്കിലും ഇത് ഗ്രീനിന്റെ ടോണിലേക്കാണ് പോകുന്നത്. ഇതിന്റെ ഇന്നർ ഭാഗം വരുന്നതും ഒരു ലൈറ്റ് ഗ്രീനിലാണ്. നമ്മളിപ്പോ കണ്ട പർപ്പിൾ പോലെ തന്നെ പ്ലെയിൻ ആയിട്ട് തന്നെ, അല്ലാതെ സ്ട്രൈപ്പിന്റെ ഡിസൈൻസ് ഒന്നും പോകുന്നില്ല. വീവിങ് പാറ്റേണിൽ ഒരു ഇങ്ങനെ ഒരു ലൈൻ പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു കളർ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. കോപ്പർ കളറിന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ രണ്ടൊരു 2 ടോൺ പോലെയാണ് അത് പോകുന്നത്. നമുക്കിതിങ്ങനെ ഷൈനിങ് പോലെ ഫീൽ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ കാണുന്നതും ഒലിവ് ഗ്രീൻ കളറിന് മാച്ച് ചെയ്യാവുന്ന ഒരു കളറാണ്. അപ്പൊ നമ്മളിപ്പോ കാണുന്നതെല്ലാം തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ആദ്യം കണ്ടതിലൊക്കെ സ്ട്രൈപ്പ് ഡിസൈൻ ഉണ്ടായിരുന്നു. ഇത് വരുന്നത് ഇതിന്റെ നല്ല ഭാഗം കാണിച്ചു തരാം. ഈ ഒരു കളർ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ കളർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു കളർ തന്നെയാണ്. ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ നല്ലൊരു ചോയ്സ് തന്നെയാണ്. നമ്മളിപ്പോ കണ്ട 3 കളറും. ഇനി ഒരു കളറും കൂടെ ഗ്രീനിൽ തന്നെ നമുക്കുണ്ട്. ഇത് വന്നിട്ടുള്ളതും ഗ്രീനിൽ തന്നെ വേറൊരു ടോണിലാണ് കേട്ടോ. ഇപ്പൊ ഈ കണ്ടതുപോലത്തെ തന്നെ ഉള്ള ഫാബ്രിക് ആണ്. അതായത് വേറെ അധികം ഡിജിറ്റൽ വർക്കൊന്നും പോവാത്ത, ഡിജിറ്റൽ പ്രിന്റ് വർക്കൊന്നും പോവാത്ത തരത്തിലുള്ള ഒരു ഫാബ്രിക് ആണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. നമ്മളിത് സൽവാർ സൂട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ മാത്രമല്ല, നമുക്കിത് സാരിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്.
അധികം വണ്ണമൊന്നും ഇല്ലാത്തവർക്കും നല്ലൊരു ചോയ്സ് ആണ്. ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ വെച്ച് വെയർ ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനെ പടപടാന്ന് നിൽക്കൂല, എന്നാൽ ഒരുപാട് ഒട്ടിക്കിടക്കൂല, അങ്ങനത്തെ ഒരു ഫാബ്രിക് ആണ്. അപ്പൊ സാരിക്കായിട്ടും നല്ലൊരു ചോയ്സ് തന്നെയാണ് ഈ ഒരു ഫാബ്രിക് എന്നുള്ളത്. നെക്സ്റ്റ് വൺ കാണുന്നത് പ്രിന്റ് ഉള്ളതാണ്. ഇതൊരു എന്താ പറയാ, ഒരു ഈ ടർക്കോയ്സ് ബ്ലൂവിന്റെ ഒക്കെ ഒരു കളറിന് മാച്ച് ചെയ്യാവുന്നല്ലോ, കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളതാണ്. ഇതിനകത്ത് പ്രിന്റ് പോകുന്നുണ്ട്, ഒരു സിക്സാക് പാറ്റേണിലുള്ള ഒരു പ്രിന്റ് ഇതിനകത്ത് സെൽഫായിട്ട് പോകുന്നുണ്ട്. ക്ലോസ് വ്യൂ കാണിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണും. ആ വീവിങ് എല്ലാം തന്നെ സെയിം ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ ആദ്യം പ്ലെയിനിൽ പറഞ്ഞില്ല ഒരു വീവിങ് പാറ്റേൺ പോകുന്നുണ്ടെന്ന്, അതുപോലെ ഒരു ലൈൻ പോലെ പോകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇതിനകത്ത് ഒരു പ്രിന്റും കൂടെ വന്നിട്ടുണ്ട്. 299 രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ശരിക്കുമുള്ള ഒരു ലൈൻ പാറ്റേണിലാണ്. നമ്മൾ ആദ്യം കണ്ടത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സിബോറി സ്റ്റൈലിലുള്ള ലൈൻ ആണെന്ന്. ഇത് വരുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന പോലത്തെ തന്നെ ലൈനാണ്, അല്ലാതെ വിട്ടു പോകുന്നില്ല. സിബോറി ആകുമ്പോൾ ഇടയ്ക്ക് ആ പ്രിന്റ് ഇങ്ങനെ വിട്ട് പോകുന്ന പോലത്തെ ഒരു ഡിസൈനിലാണല്ലോ. ഇത് കണ്ടിന്യൂ ചെയ്യുന്ന പോലെ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇതും ആ ഒരു എന്താ പറയാ സിൽവർ കളറിനകത്തേക്ക് ഗ്രീനിന്റെ തന്നെ 2-3 കളർ കയറിയിട്ടാണ് അതിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത്. എല്ലാം തന്നെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. ലാസ്റ്റ് വൺ വന്നിട്ടുള്ളതും ഗ്രീനിന്റെ ടോണിലാണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സെയിം ഡിസൈൻ ആണ്, സെയിം കളറാണ്. ഗ്രീനിനകത്ത് ആ ഒരു സിഗ്സാഗ് പോലത്തെ ഒരു ഡിസൈൻ ആണ് വരുന്നത്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ എല്ലാം തന്നെ വരുന്നത്. നമ്മൾ ഇന്ന് കണ്ടത് സെമി ടെസറിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. 299 രൂപയാണ് പെർ മീറ്റർ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 44 ഇഞ്ച് വിഡ്ത്ത് ലൈനിങ് ഇട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യണേ. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വെയർ ചെയ്തിട്ടുള്ളതും നമ്മുടെ ഡിസൈനർ ടീം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ 8891060225 കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഈ കാണിക്കുന്ന കളക്ഷൻ എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.